Hi friends, Makemyrecipes സ്വാഗതം. ഇന്ന് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ ഈ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടിയത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് പേര് കമൻസ് ആയിട്ടും അതുപോലെ തന്നെ പേഴ്സണൽ മെസ്സേജ് ആയിട്ടും ഒക്കെ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചേഞ്ച് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതിൽ നല്ലത്, അങ്ങനെ എല്ലാം പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചേഞ്ച് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഇതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിന്ന് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷൊന്നും അല്ല. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റിയ നല്ലൊരു ചിക്കൻ്റെ ഒരു ഗ്രേവി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. ഇത് റെഡിയാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. കുറച്ച് ചെറിയുള്ളി വേണം. ചെറിയുള്ളി ഇച്ചിരി അധികം വേണം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു അരമുറി ടൊമാറ്റോ വേണം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ചീരകവും ഒരു ഏലക്കയും. ഇത്രയും സാധനങ്ങളാണ് വേണ്ടതുള്ളത്. പിന്നെ ഞാനിവിടെ ചിക്കൻ എടുത്തിരിക്കുന്ന 1 കിലോയുടെ ഒരു ചിക്കനാണ്. നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ കറിയിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇങ്ങനെ ചുമന്നുള്ളിയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ 1 കപ്പ് ചുമന്നുള്ളിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് പയ്യെ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവാണ്ട് ഈ ഒരു രീതിയിൽ വേണം ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പയ്യെ പൾസ് ബട്ടണിൽ ഞെക്കി ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇടികല്ലേലോ അല്ലെങ്കിൽ അരകല്ലേലോ വെച്ച് പയ്യെ ചതച്ചെടുത്താലും മതി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഒരു നാടൻ ഡിഷ് ആയത് കാരണം അതായിരിക്കും ഒന്നുകൂടെയും ടേസ്റ്റ്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ചെറിയുള്ളിയുടെ ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം. അല്പം ഉപ്പും കൂടെയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊരു നല്ലൊരു ബ്രൗൺ കളറിലാക്കി എടുക്കണം. അങ്ങനെ ആക്കിയെടുത്താൽ മാത്രമാണ് കറിക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഏകദേശം ഇതൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഇതൊന്ന് വരട്ടിയെടുക്കണം. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരണം. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകവും ഏലക്കയും കൂടെ പയ്യെ ചതച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു ഏലക്കയാണ് ചേർത്തേക്കുന്നത്. ഇതിൽ കൂടുതൽ ചേർക്കണ്ട, കാരണം പെരിഞ്ചീരകം ഇതിനകത്ത് ഒരുപാട് ടേസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചുമന്നുള്ളിയും അതുപോലെ തന്നെ ചതച്ച മുളകുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെരിഞ്ചീരകമൊക്കെ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചതച്ച മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3.5 ടേബിൾ സ്പൂണ് ചതച്ച മുളകാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഇടുന്ന ടൈമിലെന്ന് പറഞ്ഞാൽ തീ നന്നായിട്ട് കുറച്ച് വെക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ മുളകായത് കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണോളം കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിക്ക്. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ഇപ്പം ഈ ചില്ലി ഫ്ലേക്സ് കശ്മീരി ചില്ലിയുടെ ചില്ലി ഫ്ലേക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ ആ ഒരു ചില്ലി ഫ്ലേക്സ് ആണെങ്കിൽ നല്ലൊരു കളറ് കറിക്ക് കിട്ടും. മുളകൊന്ന് പയ്യെ വാടി വരുന്ന ടൈമിൽ ഞാനിവിടെ ഒരു ടൊമാറ്റോ, അതായത് വലിയൊരു ടൊമാറ്റോയാണ് ഞാൻ എടുത്തിരുന്നത്. അതിൻ്റെ ഒരു അരമുറിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ചിക്കൻ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ഇതിലേക്കെന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം ഇതൊരു ഡ്രൈ ആക്കിയായിട്ടൊരു ആ ഒരു ഇതിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് കാരണം ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ മതിയാവും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അത്യാവശ്യം ഈ ചിക്കൻ വേവാനായിട്ടുള്ള വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഒരു ഡ്രൈ ആക്കി എടുക്കുന്നതാണ്, വെള്ളം ഒട്ടും ചേർക്കണ്ട.
ഇനി നമുക്ക് ഈ വെള്ളം ശരിക്കും പറഞ്ഞാൽ ഇത് നന്നായിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ച് ആ ചതച്ച മുളകും അതുപോലെ തന്നെ നമ്മളുടെ ചുമന്നുള്ളിയും ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പുരണ്ടിരിക്കുന്ന രീതിയിൽ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ടൈമിൽ തീ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് വരട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് വരട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നീര് ആയി പോകരുത്. അങ്ങനെ ആയിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് പുളിയായി പോകും. അപ്പോൾ ഒരു ടീസ്പൂണായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളൊരു അല്പം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് വെളിച്ചെണ്ണ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ഈ ഒരു ടൈമിൽ വരും. ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ആ പച്ച വെളിച്ചെണ്ണയുടെയൊക്കെ ആ ഒരു സ്മെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൊതിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സ്മെല്ലാണ് ഈ ഒരു ടൈമിൽ വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ കുറഞ്ഞ ചേരുവ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റിയ നല്ലൊരു ചിക്കൻ്റെ ഒരു ഗ്രേവിയാണ്. നമ്മളെപ്പോഴും ചെയ്യുന്ന ചിക്കൻ്റെ ആ ഒരു മസാലയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്നുള്ളത് എന്നെ ഒന്ന് അറിയിക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെയൊക്കെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും നല്ലൊരു വീഡിയോ ആയിട്ട്. താങ്ക്